പ്രണയിനി ഭാഗം 13. നന്ദ, ചിലപ്പോൾ നമ്മളെ കണ്ട ദേഷ്യത്തിൽ അവർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് വേണ്ടി നന്ദൻ അവരോട് സംസാരിക്കില്ലേ? അവരുടെ റൂമിന് മുന്നിൽ എത്തിയപ്പോൾ നന്ദൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശില്പ വിഷമം അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ പ്രത്യേകം പറയാനുണ്ടോ? എൻ്റെ പെണ്ണിനെ പറയുന്നവർക്ക് ഞാൻ കൊടുത്തോളാം. പിന്നെ നീ അധികം ടെൻഷൻ ആവരുത് കേട്ടോ, അത് നമ്മുടെ കുഞ്ഞിന് ദോഷമാണ്. ശില്പയുടെ വയറിൽ കൈവച്ചുകൊണ്ട് നന്ദൻ പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി ഒന്ന് തലയാട്ടി. പിന്നെ രണ്ടുപേരും കൂടെ കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ കീർത്തുവിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചുംബിച്ചു നിൽക്കുകയായിരുന്ന അപ്പു ഒന്ന് ഞെട്ടിക്കൊണ്ട് അവളിൽ നിന്നും അടർന്നു മാറി. പിന്നെ ഒരു കുസൃതി ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് സൈറ്റ് അടിച്ച് ഡോർ തുറക്കാനായി പോയി. ഒരു ചിരിയോടെ ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കി അപ്പുവിൻ്റെ ചിരിച്ചുകൊണ്ടിരുന്ന മുഖം മാറി. വല്ലാത്തൊരു ഭാവത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ശില്പയെയും അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന നന്ദനെയും കണ്ട അപ്പു ഒന്നും മിണ്ടാതെ വെട്ടിത്തിരിഞ്ഞു നടന്നു. കീർത്തി, നീ ഒന്നിവിടേക്ക് വന്നേ. ഹാളിലേക്ക് നടന്നുകൊണ്ട് അപ്പു കിച്ചണിലേക്ക് നോക്കി വിളിച്ചു. അയ്യട മോനെ, അവിടെ വന്നിട്ട് വീണ്ടും കിസ് ചെയ്യാനല്ലേ? ഇത് കംപ്ലീറ്റ് ആക്കാതെ ഞാൻ വരില്ല. കിച്ചണിൽ നിന്നും ഉച്ചത്തിലുള്ള കീർത്തിയുടെ ശബ്ദം കേട്ടപ്പോൾ അപ്പുവിന് ചിരിയും അവൻ്റെ പിറകിലായി ഹാളിലേക്ക് വന്ന നന്ദൻ്റെയും ശില്പയുടെയും മുഖം ഇരുളുകയാണ് ചെയ്തത്. അതിനൊന്നുമല്ലടി പൊട്ടി, നീ ഒന്നിവിടേക്ക് വാ. ഓ ഈ അപ്പുവേട്ടൻ എന്താ മനുഷ്യ? കുറവോടെ പറഞ്ഞുകൊണ്ടുവന്നവൾ അപ്പുവിനെ കൂർപ്പിച്ച് നോക്കിയപ്പോഴായിരുന്നു അവന് പിറകിൽ നിൽക്കുന്ന നന്ദനെയും ശില്പയെയും കണ്ടത്. ഒരു നിമിഷം കുറച്ചു മുന്നേ താൻ വിളിച്ചു പറഞ്ഞതൊക്കെ അവർ കേട്ടുപോയല്ലോ എന്ന ചമ്മൽ അവളിൽ നിറഞ്ഞെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ടവൾ അവരെ നോക്കി. കീർത്തു, ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്, ഗൗരവത്തോടെ നന്ദൻ പറഞ്ഞപ്പോൾ കീർത്തു ഒരു നിമിഷം അപ്പുവിനെ നോക്കി. അപ്പോൾ അവൻ അവളെ നോക്കി കണ്ണുകൊണ്ട് തലയാട്ടിയപ്പോൾ കീർത്തിയും അവനെ നോക്കി ചിരിച്ചു. ഇരിക്കൂ, ഞാൻ കുറച്ച് ജോലിയിലായിരുന്നു, ഇപ്പോൾ വരാം. വാ അപ്പുവേട്ടാ. അവരോട് അതും പറഞ്ഞുകൊണ്ട് അപ്പുവിൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് കിച്ചണിൽ പോകുന്നവളെ നന്ദൻ വാത്സല്യത്തോടെയാണ് നോക്കിയതെങ്കിൽ ശില്പയിൽ തികച്ചും പുച്ഛമായിരുന്നു. അവൾക്ക് അർണവെന്ന് പറഞ്ഞാൽ ജീവനാണല്ലേ ശില്പ? ഞാൻ ആദ്യം കരുതിയത് എന്നോടുള്ള ദേഷ്യം അവൻ എൻ്റെ അനിയത്തിയിൽ തീർക്കുമെന്നാണ്. പക്ഷെ അതൊക്കെ എൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. നന്ദൻ ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. അതൊക്കെ ശരിയാണ് നന്ദ, പക്ഷെ കല്യാണം കഴിഞ്ഞാലും ഇതുപോലെ ആയിരിക്കുമോ? മാത്രമല്ല കല്യാണം പോലും കഴിക്കാതെ അവൾ അവരോടൊപ്പം കഴിയുന്നത് തെറ്റല്ലേ? അതുകൊണ്ട് കീർത്തുവിനെ നമുക്കൊപ്പം കൂട്ടിയാലോ? മനസ്സിൽ പല കുതന്ത്രങ്ങളുമായി അവൾ അവനെ നോക്കി പറഞ്ഞപ്പോൾ നന്ദനും അപ്പോളായിരുന്നു അതിനെപ്പറ്റി ഓർത്തത്. നീ പറഞ്ഞത് വളരെ ശരിയാണ്, ഞാനും അതിനെപ്പറ്റി അങ്ങ് ആലോചിച്ചിരുന്നില്ല. എന്തായാലും വരട്ടെ, അവളെ നമുക്ക് കൂടെ കൂട്ടാം. നന്ദൻ അത് പറഞ്ഞപ്പോൾ താൻ ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ ശില്പയുടെ മുഖം തിളങ്ങി. എന്നാൽ ഇതേ സമയം എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ജ്യൂസ് അടിച്ചുകൊണ്ടിരുന്ന കീർത്തുവിൻ്റെ പിറകിലൂടെ അപ്പു ചേർത്ത് പിടിച്ചു. നീ എന്തിനാ കീർത്തി ഇങ്ങനെ ടെൻഷനാവുന്നേ? അവർ നിന്നെ കാണാൻ വന്നു, കണ്ടിട്ട് പോയിക്കോട്ടെ. അതിൽ കൂടുതൽ എന്തെങ്കിലും ഇവിടെ നടന്നാൽ അത് നിന്റെ അപ്പുവേട്ടൻ നോക്കിക്കോളാടി. കുറുമ്പോടെ അതും പറഞ്ഞുകൊണ്ടവൻ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചപ്പോൾ അത്രയും നേരം ടെൻഷനോടെ നിന്ന കീർത്തുവിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു. അല്ലെങ്കിലും എൻ്റെ അപ്പുവേട്ടനെയും ആരൂട്ടനെയും ഒക്കെ വിട്ട് ഞാൻ എവിടേക്കുമില്ല, നിങ്ങൾ രണ്ടാളും മാത്രം മതി എനിക്ക്. കണ്ണു നിറഞ്ഞുകൊണ്ടവൾ അവൻ്റെ നെഞ്ചോരം ചേർന്നു. അപ്പോൾ ഒരു ചിരിയോടെ അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഹാളിലേക്ക് നടന്നു. ആ സമയമായിരുന്നു ആരു ഡോർ തുറന്ന് ഹാളിലേക്ക് നടന്നു വന്നത്. ഉറങ്ങിക്കിടക്കുന്ന എഡ്ഡിയെ എങ്ങനെയൊക്കെയോ ബെഡിലേക്ക് കിടത്തി നല്ല ദാഹം തോന്നിയത് കൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നതായിരുന്നു അവൾ. എന്നാൽ ചെറുപുഞ്ചിരിയോടെ മുന്നോട്ട് നടന്നു വന്ന അവൾ കാണുന്നത് ഹാളിൽ ഇരിക്കുന്ന നന്ദനെയും ശില്പയെയുമാണ്. അപ്രതീക്ഷിതമായി അവരെ കണ്ട ഞെട്ടലിൽ ഒരു നിമിഷം പകച്ചു നിന്നുപോയ അവൾ പിന്നീട് വേഗം തന്നെ കീർത്തുവിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന അപ്പുവിൻ്റെ പിറകിൽ പോയി നിന്നു. അപ്പോൾ അവളുടെ മുഖത്തെ പേടിയും വെപ്രാളവും ഒക്കെ കണ്ടപ്പോൾ ശില്പയുടെ മുഖം പുച്ഛത്താൽ വിടർന്നു. എന്താ ആരാധ്യ, ഞങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ പേടിക്കുന്നത്? ശില്പ അതും പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ അത് തടയാൻ എന്നോണം കീർത്തു വേഗം അവരുടെ അടുത്തേക്ക് പോയി ഇരുവർക്കും ജ്യൂസ് കൊടുത്തു. അപ്പോൾ പോലും നന്ദൻ മുഖം ഉയർത്തി ആരുവിനെ നോക്കിയതേ ഇല്ല. അല്ല, എന്താ ഇപ്പോൾ എന്നെ കാണാനൊരു തോന്നലൊക്കെ? പുച്ഛം കലർത്തിക്കൊണ്ടുള്ള കീർത്തുവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ നന്ദൻ അവളെ ഒന്ന് നോക്കി. മോളെ കീർത്തു, ഇവൾക്ക് നിന്നോടൊരു ദേഷ്യവുമില്ല. മാത്രമല്ല ഇവളിപ്പോൾ നിന്റെ ഏട്ടത്തിയമ്മ കൂടിയല്ലേ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വേറെ പലർക്കും വേണ്ടി ശത്രുക്കളാവരുത്. നന്ദൻ അതും പറഞ്ഞുകൊണ്ട് നോക്കിയത് ആരുവിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അപ്പുവിനെയാണ്. എന്നാൽ നന്ദൻ്റെ വാക്കുകൾ ഏറ്റവും ദേഷ്യം നിറച്ചത് കീർത്തുവിലായിരുന്നു. ഓഹോ, അപ്പോൾ അതാണോ ഈ വരവിന് പിന്നിൽ? പക്ഷെ എനിക്ക് വീണ്ടും ഇവളോട് കൂട്ടുകൂടാൻ താല്പര്യമില്ല. ഒരിക്കലും ഇവളെ ഞാൻ ഏട്ടത്തിയായി കാണുകയുമില്ല. അല്ലെങ്കിലും ഏട്ടനില്ലാത്ത എനിക്ക് എവിടുന്ന ഏട്ടത്തിയമ്മ?
പിന്നെ ഇപ്പോൾ നിങ്ങളെ സ്വീകരിച്ചത് അതെൻ്റെ അപ്പുവേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ദേഷ്യത്തിൽ കീർത്തി പറഞ്ഞപ്പോൾ അറിയാതെ ഒരു നിമിഷം നന്ദൻ്റെ തല താന്നു പോയിരുന്നു. എടീ, നീ വല്ലാതെ അങ്ങ് ആളാവാൻ നോക്കേണ്ട. ദേ, നന്ദനാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതെങ്കിൽ ഞാൻ നിൻ്റെ ഏട്ടത്തി തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ വന്നത് തന്നെ എനിക്ക് നിന്നോട് ദേഷ്യം കാണിക്കാനൊന്നും ആവാത്തത് കൊണ്ടാണ്. നീ എന്താ അത് മനസ്സിലാക്കാത്തത് കീർത്തു? ആദ്യം ദേഷ്യത്തോടെയും പിന്നെ കള്ളക്കണ്ണീരോടെയും ശില്പ പറയുന്നത് കേട്ടപ്പോൾ നന്ദൻ വേഗം തന്നെ അവളെ ചേർത്ത് പിടിച്ചു. ശില്പ, ഇങ്ങനെ കരയല്ലടാ. ആരില്ലെങ്കിലും നിനക്ക് ഞാനില്ലേ? നന്ദൻ അത് പറഞ്ഞപ്പോൾ അവൻ്റെ വാക്കുകൾ നേരെ ചെന്നുകൊണ്ടത് അപ്പുവിൻ്റെ പിറകിൽ വിറച്ചുകൊണ്ട് നിൽക്കുന്ന ആരുവിലായിരുന്നു. മുമ്പ് നന്ദേട്ടൻ തന്നോട് 1000 പ്രാവശ്യം ചെവിയിൽ പറഞ്ഞ വാക്കുകൾ. ആ വാക്കുകൾ ഇന്ന് താൻ ജീവനെ പോലെ സ്നേഹിച്ച പുരുഷൻ വേറൊരു പെണ്ണിനോട് പറഞ്ഞത് കേൾക്കേണ്ട അവസ്ഥ. അവൾക്ക് സ്വയം വെറുപ്പ് തോന്നിപ്പോയി, സങ്കടം തോന്നിപ്പോയി, അന്നാദ്യമായി ദേഷ്യം തോന്നിപ്പോയി. രണ്ടുപേരുടെയും അഭിനയം കഴിഞ്ഞെങ്കിൽ അങ്ങ് പോയാട്ടെ, ഞങ്ങൾക്ക് വേറെ പണിയുള്ളതാ. കീർത്തു മുഖം കൊട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ നന്ദൻ അവളെ ദേഷ്യത്തിൽ നോക്കി. പോകാൻ തന്നെയാണ് ഞങ്ങൾ വന്നത്. പക്ഷെ അധികം വൈകാതെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് നീയും ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടി വരും. അപ്പോൾ കാണാലോ. നന്ദൻ്റെ വാക്കുകൾ ഒരു ഇടിത്തി പോലെയായിരുന്നു കീർത്തുവിൻ്റെ ചെവിയിലേക്ക് വന്ന് പതിച്ചത്. ഒരക്ഷരം ഉരിയാടാൻ പോലും ആകാതെ അവൾ തറഞ്ഞു നിന്നപ്പോൾ അതേ അവസ്ഥയിലായിരുന്നു അപ്പുവും ആരുവും. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കീർത്തുവിനെ നോക്കിക്കൊണ്ട് തന്നെ നന്ദൻ ശില്പയെയും ചേർത്ത് പിടിച്ച് എഴുന്നേറ്റു. ഇപ്പോൾ ഞങ്ങൾ പോകുന്നു. ഈ ഫ്ലാറ്റിൽ തന്നെയാണ് ഞങ്ങളുടെയും താമസം. അപ്പോൾ കാണാം. ശില്പയും നന്ദനും ഒരുപോലെ പറഞ്ഞുകൊണ്ട് അവർ 3 പേരെയും നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി. അവർ പോയി കഴിഞ്ഞതും കീർത്തു ഒരു വിതുമ്പലോടെ അപ്പുവിനെയും ആരുവിനെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചു. അപ്പുവേട്ടാ, എന്നെ അവരുടെ കൂടെ പറഞ്ഞേക്കല്ലേ. ഞാൻ നിങ്ങളുടെ കൂടെ നിന്നോളാം. പ്ലീസ് അപ്പുവേട്ടാ. വിതുമ്പി കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞപ്പോൾ അപ്പുവും ആരുവും എന്തു പറയണമെന്നറിയാതെ അവളെ നോക്കി. നീ ഇങ്ങനെ കരയല്ലേ കീർത്തി. അവർ കൊണ്ടുപോകുമെന്നല്ലേ പറഞ്ഞുള്ളൂ. അത് സാരമില്ല. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ നെഞ്ചിൽ നിന്നും നിന്നെ ആരും കൊണ്ടുപോകില്ല എന്ന്. അവളെ നോക്കി സമാധാനിപ്പിക്കാൻ എന്നോണം അപ്പു പറഞ്ഞപ്പോൾ കീർത്തു അവളെ നോക്കി പുഞ്ചിരിച്ചു. അതെനിക്കറിയാം അപ്പുവേട്ടാ. പക്ഷെ എന്തോ ഒരു പേടി പോലെ. ആരെന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്നും പോകില്ല. കുറുമ്പോടെ പറഞ്ഞുകൊണ്ടവൾ അപ്പുവിൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി. എന്നാൽ ഇതേ സമയം ആരും ഒന്നിനും ശ്രദ്ധിക്കാനാവാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ശില്പയെ ചേർത്ത് പിടിച്ചിരുന്ന നന്ദൻ്റെ മുഖം ഓർക്കുന്തോറും അവളിൽ വല്ലാത്തൊരു വേദന വന്നു നിറയുന്നുണ്ടായിരുന്നു. മറന്നെന്ന് അഭിനയിക്കാനേ കഴിയൂ. ആർക്കും ആരെയും അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാനാവില്ലല്ലോ. പഴയ കാര്യങ്ങൾ ഓരോന്നും മനസ്സിൽ വ്യക്തമായി തെളിയാൻ തുടങ്ങിയപ്പോൾ ആരും ഒന്നും മിണ്ടാതെ അവരിൽ നിന്നും അടർന്നു മാറി മുന്നോട്ട് നടന്നു. എന്നാൽ സംസാരത്തിലായിരുന്ന അപ്പുവും കീർത്തവും അത് ശ്രദ്ധിച്ചതുമില്ലായിരുന്നു. ഏതോ ലോകത്തെന്ന പോലെ നടന്ന ആരു നേരെ ചെന്നിടിച്ചത് തലയിൽ കൈവച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് വന്ന എഡ്ഡിയെ ആയിരുന്നു. അപ്രതീക്ഷിതമായതുകൊണ്ട് വീഴാൻ പോകുന്നവളെ അവൻ ഉടനെ തന്നെ ഇടുപ്പിലൂടെ കൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. എൻ്റെ ബൊമ്മക്കുട്ടി, നോക്കിയും കണ്ടുമൊക്കെ നടക്കണ്ടേ? നീ ഇതേത് ലോകത്താ വച്ചേ? ചെറുചിരിയോടെ അവൻ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ അവനെ ഒരു നിമിഷം നോക്കി നിന്ന അവൾ പിന്നീട് 2 കൈ കൊണ്ടും അവനെ പുണർന്ന് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി. ഇത്തവണ ഞെട്ടിയത് എഡ്ഡിയായിരുന്നു. ആരുവിൽ നിന്നും ഇങ്ങനൊരു പ്രതികരണം അവൻ പ്രതീക്ഷിച്ചതേയില്ലായിരുന്നു. പകപ്പോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടവൻ മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടു തങ്ങളെ നോക്കി നിൽക്കുന്ന അർണവിനെയും കീർത്തനയെയും.